സിനിമയിലെ വ്യാപകമായ ലഹരി ഉപയോഗത്തെക്കുറിച്ച് പരസ്യമായ വെളിപ്പെടുത്തൽ നടത്തിയ നടൻ, ലഹരിക്കെതിരായ പോലീസിന്റെ യോദ്ധാവ് ബോധവൽക്കരണ പരിപാടിയുടെ അംബാസിഡർ, മയക്കുമരുന്നിനെതിരായ പല പോരാട്ടങ്ങൾക്കും നേതൃത്വം നൽകിയ ടിനി ടോമിന് പുതിയ തലമുറയെക്കുറിച്ച് മാത്രമല്ല സ്വന്തം മകനെക്കുറിച്ചും ആശങ്കയുണ്ടായിരുന്നു. കാരണം ലഹരിയെ അത്രമേൽ ഭയപ്പെടണമെന്ന് ടിനി പലതവണ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മകന് സിനിമയിൽ അഭിനയിക്കാൻ മികച്ച അവസരം ലഭിച്ചിട്ടും അത് വേണ്ടെന്ന് വെച്ചത്. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ടിനിയുടെ വീട്ടിലേക്കും ലഹരി വില്ലൻ്റെ വേഷത്തിലെത്തി. തൃപ്പൂണിത്തുറയിൽ കഴിഞ്ഞ ദിവസം നൈറ്റ് പെട്രോളിങ്ങിനിടെ പോലീസ് ലഹരിയുമായി പിടികൂടിയ യുവാക്കളിൽ ഒരാൾ ടിനിയുടെ മകനായിരുന്നു. ഇതിൽ അയാളെ വിമർശിക്കുന്നവർ ഒരു കാര്യം ഓർക്കണം, നാളെ നമ്മുടെ പലരുടെയും കുടുംബങ്ങളിൽ ഇതുപോലെ സംഭവിക്കാം. കുട്ടികളുടെ മേൽ അതീവ ജാഗ്രത പുലർത്തേണ്ട കാലമാണ്. തിരുവാങ്കുളത്തെ ഒരു ക്ഷേത്ര പരിസരത്ത് നിന്നാണ് കൊച്ചി സ്വദേശിയായ കാർത്തിക്, അമിത് ജോർ, ആദം ഷീ എന്നിവരെ പോലീസ് പിടികൂടിയത്. നൈറ്റ് പെട്രോളിങ്ങിനായി എത്തിയ പോലീസിനെ കണ്ട് യുവാക്കൾ പരിഭ്രമിച്ചു. സംശയം തോന്നിയ പോലീസ് നടത്തിയ പരിശോധനയിലാണ് കാർത്തിക്കിന്റെ പോക്കറ്റിൽ നിന്നും സിപ്പ് കവറിലായി സൂക്ഷിച്ച കഞ്ചാവ് കണ്ടെടുത്തത്. സ്വന്തമായി ഉപയോഗിക്കാനാണെന്നാണ് പ്രതികൾ പോലീസിന് നൽകിയ മൊഴി. 4 ഗ്രാം കഞ്ചാവാണ് പിടിച്ചെടുത്തത്. ഈ മാസം 22-നായിരുന്നു സംഭവം. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മൂവരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. മയക്കുമരുന്ന് ഭയന്നാണ് മകനെ സിനിമയിൽ വിടാത്തതെന്ന നടൻ ടിനി ടോമിന്റെ പരാമർശം ഏറെ വിവാദമായിരുന്നു. ന്യൂസ് 18 കൊച്ചി.